ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായ വിഷയങ്ങളിൽ ഒന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ ശ്രവിക്കുക എന്നുള്ളതാണ്. വചന കേൾവിയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 63-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. 6-ാം അധ്യായത്തിലൂടെയുള്ള ആത്മീക യാത്ര നാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫെലിസ്ത്യ പട്ടണങ്ങൾക്ക് ഒരു വലിയ ഭയം ഉണ്ടായിരുന്നതായി നാം കഴിഞ്ഞ പ്രാവശ്യം ഓർത്തു. എന്തുകൊണ്ടാണ്? യഹോവയുടെ പെട്ടകം അവരുടെ കരങ്ങളിലേക്ക് ഇസ്രായേലിന്റെ പാപം നിമിത്തം ദൈവം വിട്ടുകൊടുത്തു. ഫെലിസ്ത്യ പട്ടണങ്ങളിൽ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഇരുന്നപ്പോൾ ഉണ്ടായ വലിയ ന്യായവിധിയും നാം ഓർക്കുകയുണ്ടായി. എന്നാൽ ഈ ന്യായവിധിയെ തുടർന്ന് അവരുടെ ഹൃദയങ്ങളിലുണ്ടായ ചിന്തയാണ് ശമൂവേലിന്റെ 1-ാം പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുന്നത്. എന്നാൽ ഫെലിസ്ത്യ പുരോഹിതന്മാരെയും പ്രശ്നക്കാരെയും വരുത്തി നാം യഹോവയുടെ പെട്ടകം സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ടു, അതിൻ്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടത് എങ്ങനെ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവീൻ എന്ന് ചോദിച്ചു. ഇവിടെ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്, യഹോവയുടെ പെട്ടകം ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുപോകണം. അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അക്കാര്യം നിർവഹിക്കേണ്ടത്? അതായത് അവർക്കൊരു കാര്യം മനസ്സിലായി, ഇസ്രായേലിൻ്റെ ദൈവം, വിശുദ്ധ തിരുവെടുത്ത് പരിചയപ്പെടുത്തുന്ന ദൈവം ഭയപ്പെടുവാൻ തക്കവണ്ണം യോഗ്യനാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. എന്നാൽ പാപത്തോട് ബന്ധപ്പെട്ട് ദൈവം മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി നാം ചിന്തിക്കേണ്ടതുമാണ്. എന്താണത്? ദൈവം പാപത്തോട് യാതൊരു കരുണയും കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പാപം ചെയ്യുമ്പോൾ അതിന് തക്കവണ്ണമുള്ള ന്യായവിധിയും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സന്ദേഹവുമില്ല. ഇവിടെ ഫെലിസ്ത്യർക്ക് മനസ്സിലായ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഭയത്തോടെ ഓർക്കണം. നാം സേവിക്കുന്ന ദൈവം, നാം ശുശ്രൂഷിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം സ്നേഹവാനായ ദൈവമാണ് എന്ന് വരികിലും ആ ദൈവം മുൻപാകെ ഞാൻ ശരിയായ നിലയിൽ ജീവിച്ചില്ലെങ്കിൽ നിശ്ചയമായിട്ടും ശിക്ഷയുണ്ടാകും എന്നുള്ളത് മറക്കുവാൻ പാടുള്ളതല്ല. മിസ്രൈമിൻ്റെ ചരിത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫെലിസ്ത്യ പുരോഹിതന്മാരും പ്രശ്നക്കാരും ഫെലിസ്ത്യർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ചരിത്രവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവത്തോട് മിസ്രൈമ്യർ ഹൃദയ കാഠിന്യമുള്ളവരായി തീർന്ന് മത്സരിച്ചപ്പോൾ അവർക്കുണ്ടായ വിഷയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവമുൻപാകെ നടന്ന വിഷയത്തെ ഇവിടെ ഇതാ ഫെലിസ്ത്യ പ്രഭുക്കന്മാരോട് അവരുടെ പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്. 6-ാം വാക്യം ശ്രദ്ധിച്ചാലും, മിസ്രൈമ്യരും ഫറവോനും തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് എന്തിന്? അവരുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ച ശേഷമല്ലയോ അവർ അവനെ വിട്ടയക്കുകയും അവർ പോകുകയും ചെയ്തത് എന്ന് നാം കാണുന്നു. ഇസ്രായേലിനെ വിട്ടയക്കുവാൻ ദൈവത്തിൻ്റെ 10 ബാധകൾ, ദൈവത്തിൻ്റെ ന്യായവിധികൾ ഈജിപ്തിന്മേൽ ഇറങ്ങിയത് വിശുദ്ധ വേദപുസ്തകം നമ്മെ കാണിച്ചു തരുന്നുണ്ട്. ഇത് ആ ലോകത്തിനാകമാനം അന്നുണ്ടായിരുന്ന രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിനെ വിട്ടയക്കുവാൻ മടിച്ചിരുന്ന ഈജിപ്ഷ്യൻ ഫറവോയുടെ മേൽ
ഈജിപ്ഷ്യൻ ജനത്തിൻ്റെ മേൽ, രാഷ്ട്രത്തിൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം 10 ബാധകൾ വരുത്തി തൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ അവരെ പ്രേരിപ്പിച്ച ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി ഇസ്രായേലിൻ്റെ ദൈവത്തോട് മത്സരിച്ചതുപോലെ, അല്ലയോ ഫെലിസ്ത്യരെ, നിങ്ങളുടെ ഹൃദയത്തെ ഈ ദൈവത്തിൻ്റെ മുൻപാകെ കഠിനമാക്കരുത്, ദൈവത്തോട് മത്സരിക്കരുത് എന്നുള്ള സന്ദേശം നമുക്കിവിടെ വ്യക്തമായി കേൾക്കുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ബാധകൾ, ദൈവത്തിൻ്റെ ന്യായവിധി ഈജിപ്തിൻ്റെ മേൽ ആഞ്ഞടിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും തൽക്കാലം ഒരു അനുതാപം കാണിച്ചിരുന്ന ഫറവോൻ അടുത്ത നിമിഷത്തിൽ ഹൃദയത്തെ കഠിനമാക്കി ദൈവത്തോട് മത്സരിച്ചു. തുടർന്ന് 10ാമത്തെ ബാധയിലേക്ക് വന്നപ്പോൾ ആദ്യജാത സംഹാരത്തിൽ ഈജിപ്ഷ്യൻ കൊട്ടാരക്കെട്ടുകളുടെയും ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൻ്റെയും അടിത്തറ ഇളകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സർവശക്തനായ ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ചു കളഞ്ഞാൽ ആർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ന്യായവിധിയിലേക്ക് കടക്കും എന്നുള്ളത് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ ഇതാ ഫെലിസ്ത്യ പ്രഭുക്കന്മാരോട് അവരുടെ പുരോഹിതന്മാർ ഇവിടെ പ്രത്യേകമായ നിലയിൽ സംസാരിക്കുന്നതെന്നും മറന്നു പോകുവാൻ പാടില്ലാത്തതാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവജനത്തോട് പറയുന്ന സന്ദേശം ഒന്ന് ശ്രദ്ധിച്ചാലും, ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്നുള്ള വ്യക്തമായ കൽപ്പന, മുന്നറിയിപ്പ് ദൈവജനത്തിന് ദൈവം തരികയാണ്. അതേസമയം തന്നെ എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളോടും വളരെ സ്നേഹത്തോടെ, വിനയത്തോടെ, അപ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു വലിയ ന്യായവിധി വരാനായിട്ട് പോവുകയാണ്. എന്നാൽ ഇന്ന് ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ അവസരത്തെ, ദൈവമുൻപാകെ ദൈവമക്കളായി തീരുവാനുള്ള സമയത്തെ അവഗണിച്ച് ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് കർത്താവ് പറയുകയാണ്. ഹൃദയത്തെ കഠിനമാക്കിയാൽ നീക്കുപോക്കില്ലാത്ത നിത്യമായൊരു നരക ശിക്ഷാവധി ദൈവത്തെ നിരസിക്കുന്നവരുടെ മുൻപാകെ ഉണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തട്ടെ. എന്നാൽ ഇന്ന് യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ പ്രാപിക്കുവാൻ കഴിയും. ജീവിതത്തിലെ പാപങ്ങളെ ദൈവപുത്രന്റെ മുൻപാകെ ഏറ്റുപറഞ്ഞ് ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് യേശുക്രിസ്തുവിനെ ഏക കർത്താവും രക്ഷിതാവും ദൈവവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് ക്ഷണിക്കുവാനായിട്ട് കഴിയണം. ജീവിതത്തിലെ പാപം സമ്മതിക്കണം, പാപിയാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരോട് കരുണയോടെ ഇടപെടുന്ന ഒരു ദൈവമാണ് വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന സ്വർഗത്തിലെ ദൈവം. എന്നാൽ ഹൃദയത്തെ കഠിനമാക്കിയാൽ, വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, നാം ചിന്തിച്ചതുപോലെ മുന്നറിയിപ്പ് ആവർത്തിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ ഒന്ന് ഇടയാകണം. നമ്മുടെ ജീവിതത്തെ ദൈവമുൻപാകെ ഒന്ന് കൂലങ്കക്ഷമായി ചിന്തിപ്പാൻ ഇടയായി തീരണം. നാം ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത്? കർത്താവിൻ്റെ മുൻപാകെ നമ്മെ തന്നെ പരിശോധിച്ച് വിനയപ്പെടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.